ഇനി കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെ ഇടത് സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇ.പി. ജയരാജന്റെ ഭാര്യാ സഹോദരിയും കണ്ണൂർ എം.പിയുമായിരുന്ന പി.കെ. ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIE MD ആയും ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകൻ ഭാര്യ ദീപ്തി നിഷാദിനെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് ജനറൽ മാനേജറുമായി നിയമിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതിനുശേഷം ഇ.പി. ജയരാജന് രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ മറ്റ് പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ആ നിയമനം വന്നത് എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. അടുത്തത് KT ജലീലിന്റെ ബന്ധു KT അബീദിനെ നിയമിച്ചതും വിവാദമായിരുന്നു. നിയമനം നിയമവിരുദ്ധമാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് യോഗ്യതയില്ല എന്നും ലോകായുക്തയിലേക്ക് ആ കേസ് വന്നു. അത് ലോകായുക്തയുടെ ഉത്തരവ് വന്നു. ഇതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി KK രാഗേഷിന്റെ ഭാര്യയുടെ വിവാദം. ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിരിക്കുന്നത് മറ്റു യോഗ്യരായ പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. ആ അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള ഏറ്റവും കുറവ് സ്കോർ ലഭിച്ചിട്ടും ഏറ്റവും കുറഞ്ഞ പോയിന്റ് ലഭിച്ചിട്ടും അധ്യാപന പരിചയം ഏറ്റവും കുറവാണ് എന്ന് അറിഞ്ഞിട്ടും പ്രിയ വർഗീസിനെ അവിടെ നിയമിക്കുകയായിരുന്നു. അതൊരു വലിയ വിവാദമായിരുന്നു. ഈ മുൻ സ്പീക്കർ AN ഷംസീറിന്റെ ഭാര്യ ഷഹാന ഷംസീറുമായി ബന്ധപ്പെട്ടും കണ്ണൂർ സർവകലാശാലയിലെ HRD സെൻട്രലിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനം അത് ഹൈക്കോടതി തടയുകയായിരുന്നു. അപ്പോൾ കോടതി ഇടപെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും നിയമനത്തിന് മറികടന്നുകൊണ്ട് ഈ പറയുന്ന ബന്ധുബലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം നേടിയവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേസ് അങ്ങനെ ഒരു താരതമ്യമില്ല. ആകെ താരതമ്യം വരുന്നത് PK ശ്രീമതിയുടെ മരുമകളെ ധന്യയെ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതാണ്. അത് ഈ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫാണ്. അതാണ് ഒരു താരതമ്യമുള്ളത്. അതിൽ പക്ഷേ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബന്ധുവിനെ തന്നെ അവിടെ നിയമിക്കുന്നു. അപ്പോൾ ആ ശമ്പളം കൂടി പോരട്ടെ, വീട്ടിലേക്ക് പോരട്ടെ എന്ന രൂപത്തിൽ അന്ന് പരിഹസിക്കുകയായിരുന്നു. പരിഹസിച്ച കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് ആ കാര്യം വലിയ ശക്തമായി ഉന്നയിച്ചിരുന്നു. അവസാനം രാജിവെക്കേണ്ടി വന്നല്ലോ. ഈ ധന്യയുടെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വിമർശിച്ചവരാണ് നിങ്ങൾ എന്നുള്ള വരുമ്പോൾ നിങ്ങൾ എന്താണ് പകരം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും. ഇത് നിയമപരമായി നിങ്ങൾക്ക് തെറ്റല്ല എന്ന് പറയാം. ഈ പറയുന്ന സ്റ്റാഫ് നിയമനത്തിൽ ഇങ്ങനെയൊരു ചട്ടമില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. ഈ പറയുന്ന ബെന്നി തോമസ് നല്ല മികച്ച നേതാവാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ അപ്പോഴും ധാർമ്മികമായ ചോദ്യം, അതാണോ യോഗ്യത, ബന്ധുവാണെന്നുള്ളതാണോ അധിക യോഗ്യത എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നുള്ളതാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകണം. ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ രഹസ്യവും നിങ്ങളോട് ആദ്യമായിരിക്കും പറയുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കർണാടകയിലായിരുന്നു. അവിടെ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന് കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതല്ല, സണ്ണി ജോസഫ് തന്നെ പ്രതികരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണല്ലോ.